നമസ്കാരം. ഇന്ന് ഞാൻ ഓണത്തിന് വേണ്ടി ഒരു സ്പെഷ്യൽ പായസമാണ് ഉണ്ടാക്കുന്നത്. നേന്ത്രപ്പഴം തേങ്ങ ബട്ടർസ്കോച്ച് പായസം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പഞ്ചസാര പൊടിച്ചത് 200 ഗ്രാം, നേന്ത്രപ്പഴം നന്നായി പഴുത്തത് തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്തത്, വെണ്ണ 200 ഗ്രാം, റിച്ച് ഡബിൾ ക്രീം 200 ഗ്രാം, 100 ഗ്രാം നെയ്യ്, തേങ്ങ ചെറുതായി നുറുക്കിയെടുത്തത് 50 ഗ്രാം, തേങ്ങ ചുരണ്ടി പിഴിഞ്ഞെടുത്ത രണ്ടാം പാല് 600 മില്ലി, ഒന്നാം പാല് 100 മില്ലി. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. സ്റ്റൗ കത്തിച്ച് ചൂടുകട്ടിയുള്ള ഒരു പാത്രം വെക്കുക. അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര അലിഞ്ഞ് നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ചെറിയ തീയിൽ വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. കട്ടിയാകാതെ ഇളക്കി കൊടുക്കണം. പഞ്ചസാര നന്നായി ഉരുകി വന്നിട്ടുണ്ട്, ബ്രൗൺ കളറായി. ഇനി ഇതിലേക്ക് വെണ്ണ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഉരുകി. ഇനി ഇതിലേക്ക് ഡബിൾ ക്രീം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കുക. നന്നായി ഇളക്കി സോസ് പരുവത്തിലാക്കുക. പഞ്ചസാര മെൽറ്റായതെല്ലാം നന്നായി അരിഞ്ഞു ചേർന്നിട്ടുണ്ട്. എല്ലാം നന്നായി ഉരുകി സോസ് പരുവത്തിലായിട്ടുണ്ട്. ഇതാണ് ബട്ടർസ്കോച്ച് സോസ്. ഇതിനി ആറാൻ വേണ്ടി മാറ്റിവെക്കാം. സ്റ്റൗ കത്തിച്ച് പായസം തയ്യാറാക്കാൻ വേണ്ടി ചൂടുകട്ടിയുള്ള ഒരു പാത്രം വെക്കുക. അതിലേക്ക് ആദ്യം 50 ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഉരുകി. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം.
ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ വറുത്ത് കോരി എടുക്കാം. ബ്രൗൺ കളറായി ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. തേങ്ങ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ നെയ്യിൽ തന്നെ നേന്ത്രപ്പഴം ഇട്ട് ഒന്ന് പരട്ടിയെടുക്കാം. ഒരു സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നേന്ത്രപ്പഴം നന്നായി വഴറ്റി വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ചേർത്ത് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാല് ചേർത്ത് തിളപ്പിക്കാം. ചെറു തീയിൽ വെച്ച് വേണം തിളപ്പിച്ച് എടുക്കാൻ. നേന്ത്രപ്പഴം വെന്ത് കുറുകുന്നത് വരെ ഒന്ന് ഇളക്കുക. പഴം നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാല് ചേർത്ത് ഇളക്കി കൊടുക്കാം.
ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴം തേങ്ങ ബട്ടർസ്കോച്ച് പായസം റെഡിയായി. ഇതിനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നേന്ത്രപ്പഴം തേങ്ങ ബട്ടർസ്കോച്ച് പായസം റെഡിയായി. ഈ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.